ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തെലുങ്ക് സിനിമയുടെ റിവ്യൂ, ടോപ്പ് ഗിയർ. ആദി സായി കുമാർ, റിയ സുമൻ, മൈം ഗോപി എന്നിവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ വരുന്നത്. വി ശശികാന്താണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഡീലർ സംബന്ധപ്പെട്ട കുറിച്ച് ആൾക്കാരുടെയൊക്കെ ഉള്ള ഒരു കാര്യമായിട്ടാണ് സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്ത പ്രതിക്കുള്ള പെർഫോമൻസ് കരടുന്ന സിനിമയിലില്ല. ഒരു പക്ക ഒരു ആക്ഷൻ മാസ് മസാല സിനിമ. എന്തിനോ വേണ്ടി കുറേ ആക്ഷൻ പാക്കൊക്കെ ഉൾപ്പെടുത്തി വെച്ചിരുന്ന ഒരു സിനിമ. സ്റ്റോറി ലൈൻ വിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരിതില്ല. ചുമ്മാ ഒരു ആക്ഷൻ പാക്ക്. വില്ലൻ വന്ന് കുറേ ആൾക്കാരെ ചളപ്രായം ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നു, കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ പോലും ഈ സിനിമയ്ക്ക് ഒട്ടും അങ്ങോട്ട് സ്യൂട്ട് ചെയ്ത പോലില്ല, ഒന്നുമില്ല. പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ പെർഫോമൻസ് വലിയ ഇതൊന്നുമില്ല. ആദി സായി കുമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉയർന്നു വരുന്ന ഒരു യങ് നടനാണ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ. റിയ സുമൻ ഒരു പുതുമുഖ നായികയാണ്. ആ ഒരു കാര്യം വെച്ച് ഇവിടെ ഈ സിനിമയ്ക്ക് പറയാൻ വേണ്ടി ഇപ്പോൾ ഒരു കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒന്നുമില്ല. പിന്നെ സിനിമ ഫോക്കസ് ചെയ്യുന്ന ഒരു പോലീസ്, ഡ്രഗ് ഡീലേഴ്സ്, അവർ തമ്മിലുള്ള ഒരു തർക്കം, യുദ്ധം, വെടിവെപ്പ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്ത പ്രതിക്ക് ആരുടെ പെർഫോമൻസ് ഒന്നുമില്ല. പിന്നെ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഹൈലൈറ്റ് പെർഫോമൻസ് തോന്നിപ്പോയത് മൈം ഗോപിയുടെ പെർഫോമൻസ് മാത്രമാണ്. അദ്ദേഹം തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും ഒക്കെ ഒരുപാട് നെഗറ്റീവ് റോളും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് മൈം ഗോപി. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രം ഈ സിനിമയിൽ അത്ര കൊള്ളാമെന്ന് തോന്നിപ്പോയി. അല്ലാതെ വേറെ ആരുടെ ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയത്തിരിക്കൊന്നുമില്ല. നായകൻ്റെ സൈഡ് നോക്കിയാൽ നായകൻ ഒരു സ്ഥിരം ക്ലീശ നായകൻ, ഒരു രക്ഷകൻ കഥാപാത്രം കണക്ക് വന്ന് നിൽക്കുന്നു. പിന്നെ കുറേ സീക്വൻസൊക്കെ ഉൾപ്പെടുത്തി എന്തോ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു പടം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് വലിയ അത്ര ഒരു പെർഫെക്റ്റ് സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്ഷൻ പാക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് കൊള്ളാം. ഇവരെടുത്തിരിക്കുന്ന സീക്വൻസുകളൊക്കെ കൊള്ളാം. പിന്നെ മ്യൂസിക്കും പാട്ടൊക്കെ ഒരു തലത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അത്ര കാര്യം മാത്രമേ. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു ആവറേജ് അനുഭവം, ഒരു നിലവാരം ഇല്ലാത്തൊരു സിനിമ. എടുത്ത് പറയത്തക്കതിക്കുള്ള ഒരു പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലൈമാക്സ് പോർഷൻ നേരത്തെ ഇതിൽ രണ്ടാം ഭാഗം കാണുമോ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു എൻഡിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സിനിമ എൻ്റെ കാണിക്കുന്നു. പക്ഷേ എന്നാലും ഒരു രണ്ടാം ഭാഗത്തിന് ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സ്കോപ്പ് കാണുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സിനിമയിൽ ഏറ്റവും നട്ടൽ കണ്ടിരിക്കുന്ന ഒരാൾ മൈം ഗോപി തന്നെയാണ്. മൈം ഗോപിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്ന സത്യം ഈ ഒരു പണം. മൈം ഗോപിയുടെ കുറച്ച് സ്വാഗും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ ഒരു ഘടകമായിട്ട് വരുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു മോശം തിരക്കഥയും ഒരു വീക്ക് തിരക്കഥയിൽ കൂടെയൊക്കെ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ പോലും മൈം ഗോപിയുടെ ഒരു പെർഫോമൻസ് കൊണ്ട് ഈ സിനിമ അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം. കാരണം അദ്ദേഹത്തിന് കിട്ടിയ റോളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ നായകനായ ആദി സായി കുമാർ ആണെങ്കിൽ ഒന്നുമില്ല, പെർഫോമൻസും കാര്യമൊന്നുമില്ല. നായിക ഒരു പേരിന് വേണ്ടി ഒരു നായിക അവിടെ ഇട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് വേറെ കുറേ കഥാപാത്രങ്ങളൊക്കെ വരുന്ന ഇങ്ങനെയൊക്കെ പോകണം. അത്ര മാത്രമേ ഈ സിനിമയിൽ എടുത്ത് പറയാൻ വേണ്ടിയിരിക്കുള്ളൂ. അല്ല വലിയ ഒന്നും തന്നെ പടത്തിൽ കാണുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഈ ടോപ്പ് ഗിയർ എന്ന സിനിമയെ പറ്റി പറയാനായിട്ട്. നിങ്ങളാരും ഈ സിനിമ മസ്റ്റായിട്ടും കാണാൻ ഒരു ടൈം വേസ്റ്റ് മൂവിയാണ്. കാണാതിരിക്കുന്ന അത്രയും നല്ലത്. ഒരു സ്ഥിരം ഒരു ക്രിഞ്ച് പടം, അത്ര കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒരു എടുത്ത് പറയത്തേക്കുള്ള ഒരു ഗുണമോ കാര്യമോ അങ്ങനത്തെ ഒരു ഫ്ലോപ്പ് പടം. സത്യം പറഞ്ഞാൽ നിങ്ങളാരും ഈ സിനിമ കാണണ്ട. പിന്നെ ജസ്റ്റ് ഒരു നേരം പോക്കിനൊക്കെ ചുമ്മാ ആയിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞാൽ തെലുങ്ക് സിനിമ നിങ്ങൾക്ക് കണ്ടിരിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഒരു വലിയ എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു പടമായിട്ട് തോന്നിപ്പോയി. അത്രയ്ക്ക് ഒരു ആവറേജിനും താഴെയായിട്ട് വരുന്നൊരു സിനിമയായിട്ട് തോന്നിപ്പോയി. ഒരു ഇമ്പാക്റ്റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റാത്തൊരു സിനിമയായിട്ട് തോന്നിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ മാത്രമേ എനിക്ക് ഈ ഒരു ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാൻ വേണ്ടി പറ്റൂ. ഇത്ര പിന്നെ ഒരു ഫ്ലോപ്പ് സിനിമ, ഫ്ലോപ്പ് പടം, ഇത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇതാണ് ടോപ്പ് ഗിയർ എന്ന സിനിമയുടെ റിവ്യൂ. അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയത്തിൽ സൈനിങ് ഔട്ട്. ബൈ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.